എങ്ങനെയാണ്? അനീഷിനെ എനിക്കറിയാവുന്നത് ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ജെനുവിൻ ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് അറിയുന്നത് അനീഷിനെ. അപ്പൊ അത് ഗെയിമിന്റെ സ്ട്രാറ്റജി അവിടെ ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ അനുമോളായിട്ടുള്ള കോംബോയില് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് അനുമോളെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കൂടി അറിയാൻ വേണ്ടിയായിരുന്നു. അത് എങ്ങനെ എടുത്തു എന്നൊക്കെ അറിയാം. കൃത്യമാണ് ആൻസർ പറഞ്ഞല്ലേ. അനുമോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അനുമോള് ഞാൻ ഇവിടെ ഗൾഫിലായതുകൊണ്ട് എനിക്ക് ഫുൾ കാണാൻ പറ്റില്ല. പക്ഷെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് സെൻസിറ്റീവായ ആളാണ്. അത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും, സന്തോഷം, സങ്കടമാണെങ്കിൽ കരയുക, അതൊക്കെ എനിക്ക് അനുമോള് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വിന്നിങ് ആവാൻ ഉള്ള ഒരാള് ക്യാരക്ടർ തന്നെ ആയിട്ടാണ് എനിക്ക് അനുമോളെ തോന്നിയത്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ലക്ഷ്മി. സാധാരണ ലക്ഷ്മിയെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടാൻ എല്ലാ ലേഡീസും ആഗ്രഹിക്കും. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തില് ആ ലാസ്റ്റ് നിമിഷം ഞാൻ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പല പെൺകുട്ടികൾക്ക് അതൊരു പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെ കുറിച്ച് അനുമോൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതെ, ആ സമയത്ത് ലക്ഷ്മി റീ എൻട്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്നേരം ലക്ഷ്മി ഔട്ടായി പോകുന്നവരെ ഞാൻ ലക്ഷ്മി അത്ര കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഹായ് ബൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റീ എൻട്രിക്ക് വന്നതിന് ശേഷം ലക്ഷ്മി നിന്നൊരു സപ്പോർട്ട്, ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് അതെനിക്ക് എന്താ പറയുക, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാണുന്നവർക്ക് അറിയായിരിക്കും, ദയവായിട്ട് കൊണ്ടുവന്നതാണ്. ഒരു പക്ഷെ ഞാൻ അതിനകത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇവിടുന്ന് പോവാൻ തന്നെ തോന്നുന്നു, ഒന്ന് ചത്ത് കളയാൻ വരെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷമത്തിൽ പോലും. പക്ഷെ എന്റെ കൂടെ ലക്ഷ്മി ഉണ്ടായിരുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു എന്താ പറയുക, നന്ദി എപ്പോഴും ലക്ഷ്മിയുടെ കൂടെ ഉണ്ടാവും. അതാണ് അനുവിന്റെ മനസ്സ്. വേറെ ഒരാള് അല്ലെ ചോദ്യം ചോദിക്കുന്നല്ലോ. അനീഷിന് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് തോന്നുന്നത്? അത് അഭിനയായിരുന്നോ? അല്ല, പറഞ്ഞിരുന്നല്ലോ. അല്ലായിരുന്നു പറഞ്ഞിരുന്നു. കൃത്യമായ ചോദ്യമായിരുന്നു. ഇവിടെ അല്ലേ ചോദിക്കണമെന്ന് പറഞ്ഞു. ഹായ് അനുമോൾ, എന്റെ പേര് അഫീസ മുഹാൻ. ഇവിടെ UAE ഇൻഫ്ലുവൻസർ ആണ്. കഴിഞ്ഞ സീസൺ 6 ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ്. പോയി വേറൊന്നുമില്ല. പിന്നെ എന്റെ ചെറിയൊരു ഫൺ ക്വസ്റ്റ്യൻ ആണ്. അനുമോള് പുറത്തുനിന്ന് പോകുമ്പോ ഒരു പാവക്കുട്ടി കൊണ്ടായിരുന്നില്ലേ, അത് കൂടോത്രം ചെയ്ത് കൊണ്ടുപോയ പാവക്കുട്ടിയായിരുന്നു? നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങക്ക് തോന്നുന്നുണ്ടോ പാവല് കൂടോത്രം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജോത്സ്യം വന്നിരുന്നിട്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പ്രാച്ചി, അതായത് എന്റെ പാവയില് കൂടോത്രം ഉണ്ട്, ഞാൻ ആ പാവ വെച്ചിട്ടാണ് ഓരോരുത്തർ ഔട്ടാക്കുന്നതെന്നൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ആ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ. കാരണം ഈ പ്രാച്ചി എന്ന് പറയുന്നത് എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്നോട് ബിഗ് ബോസിന്റെ അവൾ എന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാരന്റ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടത് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, കുഞ്ഞു കുഞ്ഞു ഈ ദൈവത്തിന്റെ വിഗ്രഹങ്ങളുണ്ട്, അപ്പൊ അത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് പ്ലാച്ചിയാണ്, അത് കൊണ്ടുവന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്, അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു. പിന്നെ നമുക്ക് പണിപ്പുര ടാസ്ക് വന്നപ്പോൾ പോലും എല്ലാവർക്കും ഒരു ദിവസം നമ്മുടെ എല്ലാ ഡ്രസ്സും ഈ കോസ്മെറ്റിക് സാധനങ്ങളും കിട്ടിയപ്പോഴാണ് പ്ലാച്ചിയും അതിന്റെ കൂടെ കിട്ടിയത്. അതുകൊണ്ട് പ്ലാച്ചി എടുത്ത് വെച്ചിട്ടുള്ളൂ. അതിൽ ഇങ്ങനെ കൂടോത്രം കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൽ കൂടോത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു? അല്ലല്ല, കുഴപ്പമില്ല. കുറെ പേർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും. പ്ലാച്ചി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെന്തോ ഒരു കൂടെ. പിന്നെ ഞാൻ പ്ലാച്ചി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തമാശക്ക് അപ്പാനി അടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊരു ഫണ്ണായിട്ട് ഞാൻ ചെയ്തെന്ന് മാത്രം. അവിടെ കളഞ്ഞോ കൊണ്ടുവന്നിട്ടുണ്ടോ പ്ലാച്ചിയോ? തീർച്ചയായിട്ടും പ്ലാച്ചിയോ സന്തോഷം. അതിനുള്ള മറുപടിക്കായി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഉള്ളത് കേട്ടോ. 2 ക്വസ്റ്റ്യൻസ്. ഹായ് അനു. ഹലോ, എൻ്റെ പേര് ശാരിലേഖ. അനു ബിഗ് ബോസിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അനു തന്നെ ബിഗ് ബോസിൽ പറയണ്ടായി, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യാറില്ല. പക്ഷെ കുറച്ച് നാള് മുമ്പത്തെ MG സാറിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ വീട്ടിൽ പൊറോട്ട വരെ ഉണ്ടാക്കും എന്ന് അനു പറഞ്ഞു. ഇതിൽ ഏതാണ് കള്ളം, ഏതാണ് സത്യം? MG സാറിന്റെ ഇന്റർവ്യൂവിൽ മാത്രമല്ല, ഞാൻ കുറെ സ്ഥലത്ത് ചെയ്തുപോലെ തള്ളിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, MG സാറിന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു 4-5 വർഷം മുമ്പ് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും. ആ ടൈമില് ഞാൻ ചേട്ടന്റെ കൂടെ നിന്ന് ശരിക്കും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ബിഗ് ബോസിലോട്ട് പോകുന്നത്. ഷാനവാസിക്ക്
ഷിയാസക്കൊക്കെ അറിയാം. കാരണം എന്റെ വീട്ടിലുള്ളവർക്കും എന്റെ ഫ്രണ്ട്സിനും എന്റെ റിലേറ്റീവ്സിനും മാത്രമേ അറിയാവൂ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം. കാരണം കുക്ക് ചെയ്യാൻ ഒന്നും അറിയില്ലെന്നല്ല, എനിക്ക് അത്യാവശ്യം ഈ പറയുന്ന പോലെ ചായ ഇടാനും മുട്ട പിടിക്കാനും ഈ പറയുന്ന മുട്ടച്ചോറ് ഉണ്ടാക്കാനും മാഗി ഉണ്ടാക്കാനും യൂട്യൂബിൽ നോക്കി എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അല്ലാതെ ബിഗ് ബോസിലുള്ള ഞാൻ ഈ പറയുന്ന ചോറ് എടുത്തിട്ട് അതിന് ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കത്തില്ലേ, അതുപോലെ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അത് ചപ്പാത്തി വരത്ത് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ വീട്ടില് എന്നെ കിച്ചണില് എന്റെ സത്യം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കില്ലെന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ എം ടി സാറിന്റെ ആ ഒരു എന്താ പറയുക ആ പ്രോഗ്രാം ഞാൻ തള്ളിയതാട്ടോ, എനിക്ക് എല്ലാം അറിയാമെന്നൊക്കെ. പിന്നെ അത് കൂടാതെ കാർത്തിക് സൂര്യയുടെ അതിലും ഞാൻ കുറച്ച് അത് ഞാൻ നമ്മുടെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടാക്കാൻ അറിയാന്ന് പറയുന്ന വെച്ചാല് എനിക്ക് പറഞ്ഞു തന്നാൽ അറിയാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി നമ്മൾ എന്ത് കാര്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂട്യൂബിലാണല്ലോ നോക്കി ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് ചെന്നിട്ട് ഇതുപോലെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാനിതെല്ലാം അവിടെ ചെന്നതിന് ശേഷം പഠിക്കാൻ. പിന്നെ ഇവിടെ കുക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലും മട്ടൻ കറി ഉണ്ടാക്കിയാലും ബീഫ് കറി ഉണ്ടാക്കിയാലും തക്കാളി കടലക്കറി ഉണ്ടാക്കിയാലും ഒരു ഇടുന്ന റെസിപ്പിയാണ് ഓയിൽ ഒഴിക്കുക, കടുക് ഇടുക, അതിനകത്ത് ഈ പറയുന്ന പോലെ എന്താ പറയണ്ടേ തക്കാളിക്ക് പിന്നെ ഇടുന്നത് ഈ പറയുന്നത് കറിവേപ്പില ഇടുക, പച്ചമുളക് ഇടുക, അത് കഴിഞ്ഞിട്ട് സവാള ഇടുക, അതിന്റെ കൂടെ ഈ പറയുന്ന ചിക്കൻ ഇടുക, മസാല മുളക് പൊടി എല്ലാത്തിലും ഈ ഒരു റെസിപ്പി തന്നെയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, പറയുന്ന മഞ്ഞപ്പൊടി, ഗരം മസാല, ഇത്രയും റെസിപ്പിയാണ് നമ്മൾ എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ ഇടുന്നത്. കടുക് ഫസ്റ്റ് ഇടുന്നതാ. ചിക്കനിലോ ഞാൻ ഇടും, ചിക്കനിൽ കടുക് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ചിക്കനിൽ കടുക് ഇട്ടു. ഇല്ല നല്ലതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടും. ഇത് നമ്മൾ എല്ലാ കറിയിലും ഇടാറില്ലേ? ഇല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ ഇത്ര റെസിപ്പി ഇടത്തില്ലേ? പിന്നെ ബീഫ് കറി ഉണ്ടാക്കുമ്പോ, മട്ടൻ കറി ഉണ്ടാക്കും, കടലക്കറി ഉണ്ടാക്കുമ്പോ ഇതൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഇടൂല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാക്കിയതൊക്കെ എന്റെ ഫസ്റ്റ് ടൈം. എന്റെ അമ്മയ്ക്ക് ചേച്ചിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ അവിടെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോ എനിക്കും. അപ്പം ഒന്നും ഫ്ലോപ്പ് ആയി പോയില്ല, എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി ഒരു ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ വരികയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കുറയ്ക്കുക, ആൻസർ ഒന്ന് കുറയ്ക്കുക. നമുക്ക് ഹലോ ഒന്ന് എഴുന്നേറ്റിരിക്കാം കേട്ടോ. സജു ലിസിയ എഴുന്നേറ്റിരിക്കാം കേട്ടോ, ഒന്ന് എഴുന്നേറ്റിരിക്കാം. അനുമോളെ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടിട്ടുള്ള അനുമോള് വെരി ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അനുമോൾ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. കാരണം വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഈ സ്റ്റാർ മാജിക്കിൽ കിട്ടുമ്പോഴേക്കും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സാഹചര്യം നമ്മൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഈ ബിഗ് ബോസ് കൊണ്ട് അനുമോളുടെ കരിയർ ബിൽഡപ്പിലേക്ക് ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കറേജ് വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തും. എന്റെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ഈ ബിഗ് ബോസിൽ ഒരുപാട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ആ ബിഗ് ബോസ് കളിക്കാനായിട്ട്. അവിടെ പോകുമ്പോൾ തന്നെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കിപ്പോ അനുമോളുടെ സംസാരത്തിൽ വന്നൊരു കാര്യം, എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്ന സമയത്ത് ഞാൻ മൈക്ക് മാറ്റാറുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ താങ്കൾക്ക് കിട്ടിയ ഈ ഒരു ട്രോഫി, ഈ വിൻ ചെയ്ത ഈ കപ്പ് ഡിസേർവ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഇപ്പോ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കാര്യം, ഇതല്ലാത്ത ഒത്തിരി നിയമങ്ങൾ ഒരു പക്ഷേ അനുമോള് ഒഴിവാക്കിയിട്ടുണ്ടാവും ഇതുപോലെ. അപ്പൊ ഡിസേർവ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പറയട്ടെ, എന്റെ പേരെന്താ? സജു നേരത്തെ പറഞ്ഞു ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന്. പക്ഷെ എനിക്ക് പലപ്പോഴും അവിടെ നിന്നപ്പോ തോന്നുന്നു ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. പക്ഷെ ഇപ്പൊ ഞാൻ അഭിമാനത്തോട് പറയുന്നത് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ബിഗ് ബോസ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് എനിക്ക് വിന്നറാൻ സാധിച്ചത്. കൂടുതലും എല്ലാരും പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പോയിരിക്കുന്നത് എന്നിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രിഗർ ചെയ്തും എന്നെ ഫൈറ്റ് ചെയ്തും എന്റെ അടുത്ത് വന്നതും എല്ലാം എന്റെ കണ്ടന്റ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചെങ്ങനെ പ്രതികരിക്കും എന്ന് അറിഞ്ഞിട്ടാണെന്ന് മാത്രം അല്ലേ. ഓരോ കോമ്പോ പിടിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും തുറക്കുമ്പോൾ എല്ലാവരുടെയും അടുത്ത് പോകുമ്പോൾ ഓരോ കോമ്പോകളുണ്ട്. ഇപ്പൊ നെവിനാണെങ്കിലും പിന്നെ ഇപ്പൊ ആദില നൂറാണെങ്കിലും ശൈത്യ ആണെങ്കിലും അപ്പാനി ആണെങ്കിലും എല്ലാവരും എന്റെ അടുത്ത് വരുന്നുണ്ട് ഓരോ കോമ്പോ പിടിക്കാനായിട്ട്. അപ്പൊ ഞാൻ ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.